കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ജിഷ്ണു എന്നു പേരുള്ള ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ വയൽവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ വടിയിൽ തട്ടി മറിഞ്ഞു വീണു. വഴിയിൽ വന്ന് കിടക്കുക, മനുഷ്യനെ വീഴ്ത്താൻ മാറിക്കിടക്കണ മണ്ടവടി എന്നു പറഞ്ഞ് അവൻ ആ വടിയെടുത്ത് ഒറ്റയെറിയെറിഞ്ഞു. ദാ പെട്ടെന്ന് ആ വടിക്ക് ചിറകുകൾ വെച്ചു, വാലും വെച്ചു, കണ്ണും മൂക്കും വായും ഒക്കെ വെച്ചു. അങ്ങനെ വടി ഒരു പട്ടമായി മാറി. പട്ടം ആകാശത്ത് ഉയർന്നു പറന്നു, പിന്നെ താഴേക്ക് പറന്നു. ജിഷ്ണു അത്ഭുതത്തോടെ ആ പട്ടത്തെ നോക്കി അങ്ങനെ നിന്നു. നീ വരുന്നോ? കറങ്ങാൻ വരുന്നോ? വാ, ആകാശത്ത് കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാം. പട്ടം ജിഷ്ണുവിനോട് ചോദിച്ചു. ജിഷ്ണുവിന് സന്തോഷം തോന്നി. അവൻ യാത്രയ്ക്ക് സമ്മതിച്ചു. ഉടൻ പട്ടം താഴേക്ക് പറന്നു വന്നു. അവൻ ആ പട്ടത്തിനെ സൂക്ഷിച്ചു നോക്കി. കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ കയറട്ടെ? നില്ല നില്ല നില്ല, നിന്റെ ഈ തടിയും വെച്ച് എന്റെ പുറത്ത് കയറിയാൽ ഞാനിങ്ങനെ പറക്കും. ഞാൻ ഒടിഞ്ഞു നുറുങ്ങിപ്പോകും. ഞാനൊരു സൂത്രം കാണിക്കട്ടെ, നിന്നെ ഞാൻ ചെറിയൊരു ജീവിയാക്കട്ടെ. ആ ശരി ശരി. ഓം ഹ്രീം കുഞ്ഞു ഈച്ച, ഓം ഹ്രീം കുഞ്ഞു ഈച്ച, ഓം ഹ്രീം കുഞ്ഞു ഈച്ച. പട്ടം ആ മന്ത്രം ചൊല്ലിയപ്പോഴേക്ക് ജിഷ്ണു പെട്ടെന്ന് തന്നെ ഒരു ഈച്ചക്കുഞ്ഞായി മാറി. ഈച്ചക്കുട്ടിയായ ജിഷ്ണു പട്ടത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പട്ടം ഉയർന്ന് പൊങ്ങി പറന്നു. നല്ല രസം. പഞ്ഞിമേഘങ്ങൾ, സൂര്യന്റെ അടുത്ത് പോകല്ലേ, എനിക്ക് പേടിയാകുമേ. ഈച്ച പറഞ്ഞു. അങ്ങനെ കാഴ്ചകൾ കണ്ട് അവർ പറന്ന് നടന്നു. പെട്ടെന്ന് ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ പട്ടം തലകുത്തി മറിഞ്ഞു. പട്ടത്തിന്റെ നിയന്ത്രണം വിട്ടു. കാറ്റിന്റെ ദിശക്കനുസരിച്ച് പട്ടം പറന്നു പറന്നു പോയി. അപ്പോഴേക്കും ഈച്ചക്കുട്ടി പട്ടത്തിൽ നിന്ന് തെറിച്ചു വീണു. ഈച്ചക്കുട്ടി ദാ കിടക്കണു താഴെ. അവൻ വേഗം താഴെ നിന്ന് എണീറ്റു. അയ്യോ, വീട്ടിൽ പോകണ്ടേ? അങ്ങനെ ഈച്ചക്കുട്ടി പറന്ന് പറന്ന് വീട്ടിലേക്ക് ചെന്നു. അകത്തേക്ക് കയറി കസേരയിലിരുന്നു. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. ശല്യം! ഈച്ചക്കുട്ടിക്ക് സങ്കടമായി. അവൻ പറന്ന് അച്ഛന്റെ ദേഹത്ത് ചെന്നിരുന്നു. ഓ പോയിച്ചേ, എന്ത് ശല്യമായത്? അവൻ വീണ്ടും അമ്മയുടെ അടുത്ത് വട്ടമിട്ട് പറന്നു. പക്ഷേ അമ്മയ്ക്കുണ്ടോ മനസ്സിലാവുന്നു? അമ്മ ഈച്ചക്കുട്ടിയെ അടിക്കാൻ ഓടിച്ചിട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈച്ചക്കുട്ടി പുറത്തേക്ക് ഇറങ്ങി. പട്ടത്തെ കണ്ടുപിടിക്കണം. അവൻ പറന്ന് നടന്നു. ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. ഈച്ചക്കുട്ടി ചുറ്റിനും നോക്കി. പട്ടം ഒരു മരക്കൊമ്പിൽ ഉടക്കി കിടക്കുന്നത് അവൻ കണ്ടു. ആ മരത്തിൽ കുറേ പട്ടങ്ങൾ ഉടക്കി കിടപ്പുണ്ട്. നീ കയറി വാ, എനിക്ക് താഴേക്ക് വരാൻ പറ്റില്ലല്ലോ. ഞാൻ കുടുങ്ങിക്കിടക്കുന്ന നീ കാണുന്നില്ലേ? ഈച്ചക്കുട്ടി മുകളിലേക്ക് പറന്നു ചെന്നു. ഉടൻ തന്നെ പട്ടം മന്ത്രം ജപിക്കാൻ തുടങ്ങി. ഓം ഹ്രീം ജിഷ്ണു, ഓം ഹ്രീം കുഞ്ഞു ജിഷ്ണു,
ഓം ഹ്രീം കുഞ്ഞു ജിഷ്ണു, ഓം ഹ്രീം കുഞ്ഞു ജിഷ്ണു. ഉടൻ തന്നെ ഈച്ചക്കുട്ടി ദേ ജിഷ്ണുവായി മാറിക്കഴിഞ്ഞു. എങ്ങും പിടിക്കാതെ നിന്ന ജിഷ്ണു പെട്ടെന്ന് താഴേക്ക് വീണു. താഴെ കിടന്ന് അവൻ മുകളിലേക്ക് നോക്കിയപ്പോ പട്ടം പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. ജിഷ്ണുവിനും ചിരി വന്നു. ജിഷ്ണു വേഗം എണീറ്റ് മരത്തിനടുത്തേക്ക് ചെന്നു. പട്ടത്തിന്റെ കുടുക്കഴിച്ചു മാറ്റി പട്ടത്തെ രക്ഷിച്ചു. അങ്ങനെ പട്ടവും ജിഷ്ണുവും വീണ്ടും കളി തുടങ്ങി. കളിയും ചിരിയുമായി അവരവിടെയൊക്കെ പാറി നടന്നു. കൂട്ടുകാരെ, നാം ഏതൊരു കാര്യത്തിലേക്കും എടുത്തു ചാടും മുമ്പ് വരും വരായികളെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.